നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ പറ്റിയാണ്. നമുക്കറിയാം, ഏത് പ്രായത്തിൽ ഉള്ളവരാണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കാനാണെങ്കിലും മറ്റ് എക്സ്പെൻസുകൾ കുറയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരാളെ സംബന്ധിച്ച് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഏത് ഇൻഷുറൻസ് ആണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിലും ഏറ്റവും നേരത്തെ, അതായത് ഏർലി എൻട്രി ഏജിൽ തന്നെ ചേരുന്നതാണ് ഗുണകരം. കാരണം ഒന്നാമതായിട്ട് മിനിമം എൻട്രി ഏജ് ആണ് അഡൾട്ടിന് 18 വയസ്സാണ്. സ്വാഭാവികമായി ഈ പ്രായത്തിൽ പ്രീ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൽനെസ് കാറ്റഗറി ഉൾപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിനാൽ തന്നെ എത്രയും വേഗം നമ്മുടെ വെയിറ്റിംഗ് പീരിയഡ്സ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും പ്രീമിയം കമ്പാരിറ്റീവ്ലി ഏർലി ഏജിൽ വളരെ കുറവായിരിക്കും. അത് നമ്മളൊരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പ്രീമിയത്തിൽ വർധനവുണ്ടാകും. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ മികച്ച പോളിസികളാണ് നമുക്ക് ധാരാളം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യൗവനത്തിൽ തന്നെ, അതല്ലെങ്കിൽ 18 മുതൽ 35 അല്ലെങ്കിൽ 40 വയസ്സിന് വരെയുള്ളവർക്ക് ഇപ്പോൾ ചേരുവാൻ പറ്റിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ പോളിസിയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം. ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറഞ്ഞൊരു പോളിസിയാണിത്. നമുക്ക് പോളിസി ബസാറിലും മറ്റും നോക്കിയാൽ നമുക്ക് ഈ ഒരു പോളിസി കാണാൻ സാധിക്കത്തില്ല. ആക്റ്റീവ് 1 എന്ന് പറഞ്ഞൊരു പോളിസി അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആക്റ്റീവ് 1 മാക്സ് എന്ന് പറഞ്ഞ പോളിസി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു പോളിസി എടുക്കാൻ നമുക്ക് ഇൻഷുറൻസ് ഏജൻസിമാരുടെ നമ്പർ വേണമെങ്കിൽ ആ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തിയോ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നോക്കി വച്ചിരിക്കുന്ന കുറച്ച് പ്ലാനുകളാണ് ഈ ഒരു ഇൻഷുറൻസ് സീരീസിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമതായിട്ട് ഈ ഒരു പോളിസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നോർമലി നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു 3 ലക്ഷത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുമ്പോൾ അതിൻ്റെ 1% ആയിരിക്കും നമ്മുടെ റൂം റെൻ്റായിട്ട് കവർ ചെയ്യുന്നത്. ഈ ഒരു ഇൻഷുറൻസിനെ സംബന്ധിച്ച് റൂം റെൻ്റ് ചാർജസ് നമ്മൾ എത്രയാണോ ബേസിക് സം ഇൻഷുർഡ് അപ് ടു ദാറ്റ് ലിമിറ്റ് വരെ കവർ ചെയ്യപ്പെടുന്നു എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണയായി സം ഇൻഷുർഡിന് 1% ആണ് വരുന്നത്. എന്നാൽ ഇത് എനി റൂം കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് 3 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തിരുന്നത് നമുക്ക് റൂം റെന്റ് അഡ്മിറ്റ് ആകുമ്പോൾ 4000 പെർ ഡേ വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുക? 3 ലക്ഷത്തിന്റെ 1% ആണ് നോർമലി നമുക്ക് കിട്ടുന്നത് 3000. ബാക്കി 1000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ 10 ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ 40,000 രൂപയാകും. 10,000 രൂപ ഇതിൻ്റെ അത് കവറബിൾ ആവില്ല. എന്നാൽ ഈ ഒരു പോളിസി റൂം റെന്റ് എത്രയാണോ അത് ഫുൾ കവർ ആവും. അത് എനി റൂം ആയിക്കോട്ടെ. സം ഇൻഷുർഡ് എത്രയാണ്? 3 ലക്ഷം ആണെങ്കിൽ 3 ലക്ഷം അതും ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ടു പോകും. 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം. ഇതിനെല്ലാം ഈ റൂം റെന്റിന് ഇതിനൊരു ലിമിറ്റ് ഇല്ല. ലിമിറ്റ് എന്ന് വെച്ചാൽ ഒരു പെർസെൻറ്റേജ് ലിമിറ്റ് ഇല്ല. അപ് ടു ബേസിക് സം ഇൻഷുർഡ് ആണ് നമ്മുടെ ICU ചാർജസ്, റോഡ് ആംബുലൻസ് കെയർ, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഒബിസിറ്റി ട്രീറ്റ്മെന്റ് എക്സെട്ര എന്നീ കാര്യങ്ങളൊക്കെ അപ് ടു ബേസിക് സം ഇൻഷുർഡ് ആണ്. അടുത്തതായിട്ട് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ഡേയ്സും ഇത് കവർ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നോൺ പേയബിൾ ഐറ്റംസ് എല്ലാം ക്ലെയിം പ്രൊട്ടക്ട് എന്നൊരു ഫീച്ചർ കൊണ്ട് കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കാണിക്കുന്ന ലിസ്റ്റ് അനക്സ്റ്റർ 1 ഓൾ 4 ലിസ്റ്റും ഉള്ള കാര്യങ്ങളും നോൺ പേയബിൾ ഐറ്റംസ് ആയിട്ടുള്ളതാണ്. അതെല്ലാം ക്ലെയിം പ്രൊട്ടക്ട് എന്ന ഫീച്ചർ കൊണ്ട് നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത്. മിക്ക പോളിസികളും ഈ ഒരു സംഭവം കവറബിൾ അല്ല. അടുത്തതായിട്ട് സൂപ്പർ റീലോഡ് എന്നുള്ളൊരു ഫീച്ചറാണ്. അൺലിമിറ്റഡ് റീഫിലാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സെക്കൻഡ് ക്ലെയിം ഓൺവേർഡ്സ് നമ്മുടെ സം ഇൻഷുർഡ് ലിമിറ്റ് കവർ ചെയ്ത് നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ, അതായത് 5 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ 5 ലക്ഷത്തിൻ്റെ പോളിസിയും നമുക്ക് ഒരു ക്ലെയിം ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലെയിം തൊട്ട് നമുക്ക് ആ ഒരു വീണ്ടും 5 ലക്ഷം നമുക്ക് റീഫിൽ ചെയ്ത് കിട്ടുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം നോർമലായിട്ട് പ്രൈവറ്റ് പോളിസികളെല്ലാം കാണുന്ന ഒരു സംഭവമാണ് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ. അതുതന്നെയാണ് ഈ ഒരു സൂപ്പർ റീലോഡ് എന്നൊരു പോളിസി ഫീച്ചറും. അഞ്ചാമതായിട്ടുള്ള മറ്റൊരു അഡീഷണൽ ഫീച്ചറാണ് സൂപ്പർ ക്രെഡിറ്റ് എന്നുള്ളത്. അതായത് ഇത് ഈ ഒരു പോളിസിയുടെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് പറയാം. ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണിത്. അതായത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ സം ഇൻഷുർഡ്, ബേസിക് സം ഇൻഷുർഡ് നമുക്ക് 5x വരെ അല്ലെങ്കിൽ 500% നമുക്ക് ഉയർത്തി കിട്ടും. അതായത് ഈ വർഷം നമ്മൾ 5 ലക്ഷത്തിൻ്റെ പോളിസി ചേർന്നെങ്കിൽ അടുത്ത വർഷം ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ലെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം നമ്മുടെ പോളിസി 10 ലക്ഷമായിട്ട് മാറും. അങ്ങനെ 25 ലക്ഷം വരെ
നമുക്ക് 5 വർഷം കഴിയുമ്പോൾ 25 ലക്ഷത്തിൻ്റെ കവറേജായി മാറും. അതായത് 5x കവറേജ് അല്ലെങ്കിൽ അപ് ടു 500 ടൈംസ് ആയി നമ്മുടെ ഇൻഷുറൻസ് മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറുകൾ നമ്മുടെ ഈ ഒരു പോളിസിയെ സംബന്ധിച്ച് വളരെ മികച്ചതാക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മുടെ എനി റൂം കാറ്റഗറി ആ ഒരു അപ് ടു സം ഇൻഷേർഡാണ് നമ്മുടെ റൂം കാറ്റഗറി റെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നോൺ പേയബിൾ ഐറ്റംസ് ക്ലെയിം പ്രൊട്ടക്റ്റ് എന്നൊരു ഫീച്ചറിലൂടെ കവർ ചെയ്യുന്നത്. പിന്നെ സൂപ്പർ ക്രെഡിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിമിൽ നമ്മുടെ സം ഇൻഷേർഡ് 5x ടൈംസിൽ നമുക്ക് മൾട്ടിപ്ലൈ ആയി കിട്ടുന്നു. പിന്നെ ഇപ്പോൾ എല്ലാ മിക്ക പ്രൈവറ്റ് പോളിസികളും തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ഡേയ്സ്, അതായത് 3 മാസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 6 മാസവും നമുക്ക് കിട്ടുന്നതാണ്. സൂപ്പർ റിലോഡ്, അൺലിമിറ്റഡ് റീഫില്ല് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യം ഇപ്പോഴും എല്ലാ പ്രൈവറ്റ് പോളിസികളിലും വരുന്നൊരു സംഭവം തന്നെയാണ്. ഈ ബാക്കി 3 കാര്യങ്ങൾ വളരെ മികച്ചൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എല്ലാ പോളിസിക്കും ഉള്ളതുപോലെ തന്നെ 30 ദിവസമാണ്. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് നേരത്തെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഈ ഒരു പോളിസി എക്സ്പയർ ആകുന്നതിന് മുമ്പ് നമുക്കൊരു 30 ഡേയ്സ് മുമ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു 30 ഡേയ്സ് നമുക്ക് ഇനിഷ്യൽ പീരീഡിങ് നമുക്ക് കവർ ഓഫ് ചെയ്ത് കിട്ടാൻ പറ്റും. ഇനിയുള്ള കാര്യം മറ്റ് സ്പെസിഫിക് ഇൽനെസ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡ് 3 years ആണ്. അപ്പോൾ നമ്മൾ ഏർലി ഏജിൽ തന്നെ ഈ ഒരു പോളിസിയിലോട്ട് കിടക്കാൻ നമുക്കിതൊക്കെ വളരെ സ്വാഭാവികമായി നമുക്കിത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഏർലി ഏജിൽ തന്നെ നമുക്ക് ഈ ഒരു പോളിസിയിൽ നമുക്ക് എൻ്റർ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഈ ഓപ്ഷണൽ കവറേജ് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് പീരീഡിലും നമുക്ക് കുറയ്ക്കാം. അതായത് നമുക്ക് സ്പെസിഫിക് ഇൽനെസ് 2 years ആണ്, അത് 1 year ആയിട്ട് നമുക്ക് കുറയ്ക്കാം. അതേപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നുള്ളത് 3 വർഷം എന്നുള്ളത് 2 വർഷമായിട്ടോ 1 വർഷമായിട്ടോ നമുക്ക് അഡീഷണൽ പ്രീമിയം പേ ചെയ്തുകൊണ്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പ്രീമിയം പേ ചെയ്ത് നമുക്ക് കുറയ്ക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രീമിയത്തിൻ്റെ തുക നമുക്ക് അടുത്ത വർഷത്തെ പ്രീമിയങ്ങളിലും കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മികച്ച പോളിസിയാണെന്നതിൽ നമുക്ക് സംശയമേ ഇല്ല. ഒരു ഫാമിലി ഫ്ലോട്ടറായിട്ട് ഹസ്ബൻഡ്, വൈഫ് അപ് ടു 2 children വരെ എടുക്കാൻ പറ്റിയ മികച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ഈ ഒരു ആക്റ്റീവ് ബിർളയുടെ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറയുന്നൊരു പോളിസി. 5 ലക്ഷം രൂപയുടെ ഈ ഒരു ബേസിക് സം ഇൻഷുർഡ് വരുന്ന ഈ പോളിസി ക്ലെയിം പ്രൊട്ടക്റ്റ് ഉൾപ്പെടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 13,747 രൂപയ്ക്കാണ്. അപ്പോൾ ഈ ഒരു തുകയ്ക്ക് നല്ലൊരു വർത്തായിട്ടുള്ള ഒരു പോളിസി തന്നെയാണിത്. അപ്പോൾ ഏർലി ഏജിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മുടെ ICICIയുടെ ഒരു പ്ലാനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട്. ചേരുമ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രിഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആക്റ്റീവ് ബിർളയുടെ പോളിസികളിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കുക. ഇത് മാത്രമാണ് നമ്മൾ മികച്ചതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇൻഷുറൻസ് നിയമത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ആ ഒരു ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടില്ല, പ്രാക്ടിക്കലി അവൈലബിൾ ആയിട്ടില്ല. സോ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. റീഇംബേഴ്സ്മെൻറ്റ് നമുക്ക് ഉള്ളതാണ്, എന്നിരുന്നാൽ തന്നെയും ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചിരിക്കുക. അതുണ്ടെങ്കിൽ നമുക്ക് വളരെ മികച്ചൊരു പോളിസി തന്നെയാണിത്. പിന്നെ ഞാൻ ഈ ഒരു പോളിസിയിൽ ചേർന്നിട്ടുള്ള ആളുടെ നമ്പർ വേണമെങ്കിൽ ഇതിനകത്ത് നോട്ട് ചെയ്യാം.